ഹായ് ഗൈസ്. അപ്പം എല്ലാവരും ബിഗ് ബോസ് സീസൺ 6 റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാനും കൂടി പറഞ്ഞേക്കാം എന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും മച്ചൻ ടോക്സിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് 6 വളരെ ബോറായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് എന്നത് ഗെയിം റിയാലിറ്റി ഷോ എൻ്റെ ഒരു ഫേവറേറ്റ് ഷോയാണ്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ ആദ്യം ബിഗ് ബോസ് കാണുന്നത് തമിഴ് ബിഗ് ബോസാണ് ആദ്യം കാണുന്നത്. പിന്നെ അത് മലയാളം തുടങ്ങി. പിന്നെ മലയാളം ഞാൻ ഒരു 2-3 സീസണിലപ്പം നല്ലോണം കണ്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സമയക്കുറവ് കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആയതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അല്ലാതെ ക്ലിപ്സായിട്ട് കാണും. അപ്പോൾ ഈ സീസണിൽ കഴിഞ്ഞ സീസണൊക്കെ നല്ല രീതിക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ ക്ലിപ്സൊക്കെ കൂടുതലേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നമ്മളല്ലാതെ ഇരുന്ന് എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയാൻ പോകുന്നത്. അപ്പം മച്ചൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സീസൺ 6 പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ രതീഷ് പോയി, പിന്നെ റോക്കി ഔട്ടായി, സിജോ ഇപ്പം സർജറി എന്നും പറഞ്ഞു പോയി. അപ്പോൾ ഇത് മെയിൻ കണ്ടൻറ്റ് തന്നുകൊണ്ടിരുന്നവരെല്ലാം ഔട്ടായ ഒരു സീസണാണ് ഇത്. സീസണിൻ്റെ തുടക്കം തന്നെ മൊത്തം വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോഴും അതുതന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മെയിനായിട്ടുള്ള കണ്ടൻറ്റ് തന്നിരുന്നവരെല്ലാം ഓരോരോ കാരണങ്ങളാൽ ഔട്ടായി പോയിട്ടുണ്ട്. ഇപ്പോൾ റോക്കി ഇപ്പോൾ ലാസ്റ്റ് സിജോയുടെ മുഖത്ത് ഇടിച്ചതിൻ്റെ പേരിൽ ഔട്ടായി. അപ്പോൾ സിജോ ഇപ്പോൾ സർജറിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കണ്ടൻറ്റൊക്കെ മൊത്തം ഒരു ലോ ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു രക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വൈൽഡ് കാർഡ് എൻട്രിയോ നല്ലൊരു എൻട്രി വന്നാലേ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗെയിം പ്ലാൻ മാറ്റണം. അതിനുള്ള ആൾക്കാർ അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിലവിൽ കണ്ടൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജബ്രി കോംബോ. എല്ലാവർക്കും അറിയാം, ജാസ്മിൻ ഗബ്രി കോംബോ. അതിനെല്ലാവരും ജബ്രി കോംബോ എന്നായി. അപ്പം ആ ഒരു കോംബോയുടെ ഒരു പച്ചപ്പിലാണ് ഇപ്പം ബിഗ് ബോസ് സീസൺ 6 പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറകെ ജാസ്മിനുമായിട്ടുണ്ടായ ഒരു വിവാദങ്ങളും ഉണ്ടായ വിവാദങ്ങളും അവരുടെ പുള്ളിക്കാരിയുടെ ബാപ്പയുടെ കുറച്ച് ഇൻ്റർവ്യൂവും വിവാദങ്ങളിലൊക്കെയാണ് ഇപ്പം നിലവിൽ റേറ്റിംഗൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ സീസണൊക്കെ നോക്കുകയാണെങ്കിൽ, അതിന് കഴിഞ്ഞ സീസണൊക്കെ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ, അത് ഏതൊരു ഗെയിമായാലും ഒരു ടാസ്ക് ആയാലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അവർ ഏതെങ്കിലും ഒരു ഗെയിം പ്ലാൻ ആലോചിക്കുകയോ, അല്ലെങ്കിൽ അത് ഗെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുക, ഏതെങ്കിലും ഒരാളെങ്കിലും മിനിമം കാണുമായിരുന്നു. ഈ സീസണിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ സീസണിൻ്റെ ഒരു ഫോൾട്ടാണ്. അതാണ് ഈ സീസണിൻ്റെ ഒരു പ്രശ്നവും. കഴിഞ്ഞ സീസണിലൊക്കെ പകൽമാരാണെങ്കിലും ആ ടീമാണെങ്കിലും, അതിന് മുമ്പത്തെ സീസണൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ റോബിൻ്റെ കേസാണെങ്കിലും ആളിങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഗെയിം ചേഞ്ച് ചെയ്യാൻ ഗെയിം പ്ലാനിങ്ങിനൊക്കെ മിടുക്കനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സീസണിൻ്റെ ആ റേറ്റിങ്ങിലും അതിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് ആൾക്കാരിൽ ഇത്രയും സ്വീകാര്യത വന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന പ്രശ്നം, സിജോയുടെ മുഖത്തിടിച്ച പ്രശ്നം. ഇപ്പോൾ റോക്കി വെളിയിൽ വന്നിട്ട് ഒരാളുടെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, റോക്കിയെ എത്ര പ്രൊവോക്ക് ചെയ്തെന്ന് പറഞ്ഞാലും, ഒരാളുടെ മുഖത്തിടിച്ച് അയാളിപ്പോൾ സർജറിക്ക് പോകുന്നു. ഒരിടത്ത് പോലും, ഒരു വീഡിയോയിൽ പോലും ഒരു ആളുടെ ഭാഗത്തുനിന്നൊരു സോറിയോ ഒരു റിഗ്രറ്റ് ഫീൽ ആയിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ആൾ പറയുന്നത് അത് 6 വർഷത്തെ എത്ര കാത്തിരിപ്പാണ്, അത് ഞാൻ ഇതിലെത്തി, അത് ഈ ഒരു പ്രശ്നം കാരണം, പിന്നെ പ്രൊവോക്ക് ചെയ്തതിൻ്റെ പേരെ ഞാൻ ഇടിച്ചതിൻ്റെ കാരണം ഔട്ടായി എന്ന് പറഞ്ഞാൽ കൂടിയും 6 വർഷത്തെ കാത്തിരിപ്പ് ചെയ്ത ആൾ ഈ ഗെയിമിനെ പറ്റിയും സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ പ്രൊവോക്ക് ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ എത്ര പ്രൊവോക്കേഷൻ നടന്നാലും നമ്മളത് തരണം ചെയ്യുക, ഏത് സാഹചര്യവും തരണം ചെയ്യുക. അതേപോലെ ഏത് രീതിയിൽ ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്ത് മുമ്പോട്ട് പോവുക. സിറ്റുവേഷൻ അനുസരിച്ച് ഗെയിം ചേഞ്ച് ചെയ്യുക, ടാസ്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിലെല്ലാം അത് കണ്ടതാണ്. ആദ്യത്തെ സാബു തൊട്ട് ഇങ്ങോട്ടെല്ലാം അവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത് നമ്മുടെ കേരളീയ പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ അത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നിലവിൽ ഇപ്പം ജബ്രി കോംബോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കോംബോ, അത് കഴിഞ്ഞ 2 സീസണുകളിലും ഫ്ലോപ്പായതാണ്. അക്സെപ്റ്റ് ചെയ്യാത്തൊരു കോംബോ എന്ന് പറയുന്നത് ലവ് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുള്ളൊരു കോംബോ. ലവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ളൊരു ലവ് ആണെങ്കിൽ നമ്മുടെ മലയാളികൾ ഏറ്റെടുക്കും. പക്ഷേ മലയാളികളെ നമ്മളെ പ്രേക്ഷകരെ കബളിപ്പിച്ചുകൊണ്ട് ലവ് അല്ല, ഫ്രണ്ട്സ് അല്ല എന്ന രീതിയിലൊക്കെ സ്ട്രാറ്റജിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിപ്പം ചില ചാനലുകൾ പറയുന്ന പോലെയോ, അല്ലെങ്കിൽ ചില ചാനലിലൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ചില ഫാൻസ് പറയുന്നുണ്ട്, സദാചാര അമ്മാവന്മാർ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്നത് എല്ലാം ചേർന്നതാണ്. സദാചാര
അമ്മാവന്മാരും ചേർന്നതും അല്ലാത്ത അമ്മാവന്മാരും ചേർന്ന സമൂഹമാണ് നമ്മുടേത്. എല്ലാം കൂടി ചേരുന്നതാണ്, എല്ലാം മിക്സഡാണ്. അപ്പം എല്ലാ അഭിപ്രായക്കാരും ഉണ്ടാവും. ഇതിലെന്ന് പറയുന്നത്, ഇതിൽ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സ്വയം നമ്മൾ പ്രേക്ഷകരെ കബളിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതെന്ന് കാണുമ്പോഴത്തേക്കും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരു ഇതും അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഒരു സ്ട്രാറ്റജി അക്സെപ്റ്റ് ചെയ്യത്തില്ല. റിയൽ ആയിട്ടുള്ള സ്ട്രാറ്റജി, ലവ് സ്ട്രാറ്റജി ആണെങ്കിൽ, റിയൽ ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലേ, റിയൽ ആയിട്ടുള്ള ലവ് ആയിട്ട് പ്രേക്ഷകർക്ക് തോന്നിയതിന് അത് 100% അക്സെപ്റ്റ് ചെയ്ത് അവർ മുൻപോട്ട് കൊണ്ടുവരും. അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. അപ്പം നമുക്കത് മനസ്സിലാവും. കാണുന്നവരൊന്നും പൊട്ടന്മാരല്ല, ചോറ് കഴിക്കുന്നവരുമാണ്. അവർക്കത് മനസ്സിലാവും, അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഒരു ഗെയിമറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിമർ എന്ന നിലയിൽ ഏത് സ്ട്രാറ്റജി എടുക്കാം, അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഏതൊരു ഗെയിമറിന് ഏത് സ്ട്രാറ്റജി എടുക്കാം, അത് പോസിറ്റീവോ നെഗറ്റീവോ അത് ഓരോരുത്തരുടെ ഫ്രീഡമാണ്, ഗെയിമറിൻ്റെ ഫ്രീഡമാണ്. അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഫ്രീഡം ഉണ്ടെന്നും കൂടി ഇവർ മനസ്സിലാക്കുക. അപ്പോൾ അത് ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലവ് സ്ട്രാറ്റജിയിൽ രണ്ട് രീതിയിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ടാണ് അല്ലെങ്കിൽ ലവ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നും കൂടി അവർ ചിന്തിച്ചിട്ട് ഈ സ്ട്രാറ്റജിയൊക്കെ ഇറക്കി കളിക്കുക. അല്ലെങ്കിൽ റിസ്ക്കാണ്. ഏറ്റവും വലിയ റിസ്ക് ഉള്ള സ്ട്രാറ്റജിയാണ് ലവ് സ്ട്രാറ്റജി. അത് ഏത് രീതി പോകുന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഏത് സ്ട്രാറ്റജിയും പ്രശ്നമില്ല ബിഗ് ബോസിനെ സംബന്ധിച്ച്. പിന്നെ ജാസ്മിൻ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിറയെ പേര് വെളിയിൽ കുറേ വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ലൈവ് വന്നിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി അതിപ്പം പുള്ളിക്കാരി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് വെളിയിൽ ഇവർ തമ്മിൽ ചേർന്നിട്ടുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ്. അവർ സമൂഹത്തിൽ അറിയാവുന്നവരുമാണ്, പുള്ളിക്കാരിയായിട്ടുള്ള റിലേഷൻ അറിയാവുന്നവരുമായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുമ്പോൾ അവരെങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് അവരെ അഫക്റ്റ് ചെയ്യും. അത് ചിന്തിക്കണമായിരുന്നു. അപ്പോൾ അവർ വെളിയിൽ കടന്നിട്ട് അവർ തിരിച്ച് ഇത് കണക്ക് പ്രതികരിക്കും. അതിലൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അവരുടെ ഫ്രണ്ട്സാണ്, എല്ലാവരും കൂടി അവരെ കുത്തുവാക്കുകൾ പറയുമ്പോഴത്തേക്ക് അവർ തിരിച്ച് പ്രതികരിക്കും. വെറുതെ വലിച്ചിട്ടതാണ്. ഇപ്പം നേരെ തിരിച്ച് അവരുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിലും, പുള്ളിക്കാരി വെളിയിലായിരുന്നപ്പം ഇത് കണക്ക് അവരുടെ ആദ്യത്തെ ലവറും രണ്ടാമത്തെ ലവറൊക്കെ ലൈവൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് പുള്ളിക്കാരി വെളിയിലായിരുന്ന സമയത്ത്, ബിഗ് ബോസിന് വരുന്നതിന് മുമ്പ് ഇത് പ്രശ്നം ഇതിന് മുമ്പത്തെ ഒരു വിവാദമൊക്കെ വന്നപ്പോഴത്തേക്കും, ഞങ്ങൾ തമ്മിൽ റിലേഷനൊന്നും അല്ല, ഫ്രണ്ട്സാണ് എന്ന രീതിയിൽ ഇവർ തമ്മിൽ ഒരുമിച്ച് വന്ന് ലൈവൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു പറഞ്ഞ വ്യക്തികൾ ഇപ്പം ജാസ്മിൻ വന്ന് ബിഗ് ബോസിനകത്ത് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വെളിയിൽ വന്നിട്ട് അത് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാണുന്ന പ്രേക്ഷകർ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഈ പറയുന്നവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം ഒരു നിലപാടില്ല. അവൾ വെളിയിലായിരിക്കുമ്പം അവൾ പറയുന്നതനുസരിച്ച് തുള്ളിയിട്ട് പിന്നെ അകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിൻ്റെ പേരിൽ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ ഒരു വിലയെ അവർക്ക് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ അന്ന് ആദ്യമേ അവർ പറയണേ എന്നെക്കൊണ്ട് അത് പറ്റത്തില്ല, ഒന്നെങ്കിൽ പ്രതികരിക്കാതിരിക്കുക, ഞാൻ അങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല എന്ന രീതിയിൽ പ്രതികരിക്കാതിരിക്കുക, ഞങ്ങൾ തമ്മിൽ റിലേഷൻ ഒന്നുമില്ല, ഫ്രണ്ട്സായിട്ടിരിക്കുക എന്ന് അങ്ങനെ പറയാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുകയായിരുന്നു. ആ സമയത്ത് അങ്ങനെ പ്രതികരിച്ചിട്ട് ഇപ്പം ഈ ജാസ്മിനകത്ത് പുള്ളിക്കാരുടെ ബയോഗ്രഫി പറയുമ്പോൾ പ്രശ്നമായിട്ട് പിന്നെ വന്നിട്ട് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പെണ്ണാണ്, അതിപ്പോൾ പെണ്ണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു നിലപാട് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമെന്നേ ആളുകൾ കരുതത്തുള്ളൂ. അപ്പോൾ അതൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ പേരിൽ വെളിയിൽ പ്രശ്നം അത്രയും നെഗറ്റീവ്സ് വരുമ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ നിന്ന് ബിഗ് ബോസിൽ വിളിച്ചു, അവരുടെ ബാപ്പ വിളിച്ച് സുഖമില്ലെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അതൊന്നും ഇവർ കാണിച്ചില്ല. കാണിക്കാത്തതിൻ്റെ പല ചിലരും കാണിക്കണമെന്നും പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നീട് എന്തൊക്കെയോ തുമ്പ് കിട്ടിയിട്ട് പുള്ളിക്കാരി അതിൻ്റെ ഗെയിം പ്ലാനൊക്കെ മാറ്റി. അത് നമുക്ക് കാണുന്നവർക്കത് മനസ്സിലാവും. ബിഗ് ബോസും കാണിച്ചില്ല. ഓക്കെ, പുള്ളിക്കാരൻ വെളിയിൽ നിന്നിട്ട് കുറേ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുകയും സ്ട്രോക്കിൻ്റെ പ്രശ്നം, ബ്ലോക്ക് പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ അടുത്ത ആഴ്ച അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തി പിന്നെ തകർത്ത് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് കാണുന്നവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ അതുമല്ല, പുറമേ നിന്ന് ഇപ്പോൾ പുള്ളിക്കാരനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്വന്തം മോളാണ്, ആരുടെയും മുമ്പിൽ എറിഞ്ഞു കൊടുക്കാൻ തയ്യാറാവത്തില്ല. അത് ഏതൊരു അച്ഛനായാലും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് പോലെ ഡിഫെൻഡ് ചെയ്യും. അതിന് പുള്ളിക്കാരൻ ചെയ്യുന്നത്, അതിന് പുള്ളിക്കാരനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാണുന്നവർക്കത് മനസ്സിലാവും. ഇപ്പം നിലവിൽ ബിഗ് ബോസിൻ്റെ പോക്ക് അനുസരിച്ചാണെങ്കിൽ താപ്പോട്ടാണ്. അപ്പോൾ ഇനി ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഏതെങ്കിലും ഒരു വൈൽഡ് കാർഡ് എൻട്രിയോ അല്ലെങ്കിൽ പഴയ ആൾക്കാരിൽ ആരെങ്കിലും കൊണ്ടുവരികയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ വേറെ പഴയ ആൾക്കാരെ ബന്ധപ്പെടുത്തി ഒരു ടാസ്ക് കൊടുക്കുകയോ, അതിൽ അവർക്ക് 4-5 പേര് പഴയ ആൾക്കാർ, പഴയ കണ്ടസ്റ്റൻ്റ് കൊണ്ടുവന്നിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം പോലെയൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു രക്ഷയുള്ളൂ, അല്ലാതെ ഒരു രക്ഷയും കാണത്തില്ല. ഇതിങ്ങനെ പോകും. കാര്യം ഇവർക്ക് എന്ത് ടാസ്ക് കൊടുത്താലും എന്ത് കൊടുത്താലും ഇപ്പം നേരെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ പോകും, തിരിച്ചു വരാൻ പറഞ്ഞാൽ തിരിച്ചു വരും. ആ ഒരു ഗെയിം പ്ലാനേ അവർക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും.
അവിടെ എന്തെങ്കിലും അവിടെ നിന്ന് ചാടി ഇവിടെ വരാൻ പറഞ്ഞാൽ അവർ ചാടി ഇവിടെ വരും, ഇത്രേ ഉള്ളൂ. അല്ലാതെ അവരുടേതായിട്ടൊരു ഗെയിം പ്ലാനോ ഗെയിം ചേഞ്ചോ ഒന്നും കാണുന്നില്ല. അത് ഇനി വരുത്തുമില്ല. അതിനുള്ള കാലിബറുള്ള ആൾക്കാർ ഉണ്ടായിട്ട് തോന്നുമില്ല. ഇപ്പം ഞാൻ മുമ്പത്തെ കേസ് പറഞ്ഞല്ല, ഇപ്പം റോബിൻ്റെ ആ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. റോബിൻ്റെ ആ ടൈമിലുള്ള കേസ്, റോബിൻ ഔട്ടായപ്പോൾ നമ്മളെല്ലാവരും കരുതി ഇനി ഗെയിമില്ല, പോയി ഗെയിം കളിക്കുന്ന ആകെ പ്ലാൻ ചെയ്യുന്ന ആൾ പോയി, ഇനി സീസൺ കൊള്ളത്തില്ല എന്ന് കരുതിയിരുന്നിടത്തു നിന്നാണ് നമ്മുടെ ലക്ഷ്മി പ്രിയയും റിയാസും തമ്മിലുള്ള എന്തോരം കണ്ടന്റുകളായിരുന്നു, കണ്ടന്റിൻ്റെ പൂരമായിരുന്നു. ട്രോൾസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ട്രോൾസ് ആയിരുന്നു. അത് ഇപ്പോഴും ഹിറ്റാണ്. ആ രീതിയിലായിരുന്നു പോയത്. അതിപ്പം ലക്ഷ്മി പ്രിയ അതുവരെ വലിയ ഇതില്ലായിരുന്നു. ലക്ഷ്മി പ്രിയ പെട്ടെന്ന് കണ്ടന്റ് മേക്കറായി. റിയാസ് അത് കണക്ക് ആ ലെവലിലോട്ട് നിന്ന് അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ലൊരു കണ്ടന്റൊക്കെ ആയിരുന്നു. അപ്പം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരാൾ കയറി വരാം, അങ്ങനെ വന്നാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇത് ആരെങ്കിലുമൊക്കെ പഴയ കണ്ടസ്റ്റൻറ്റിനെയോ ആരെങ്കിലുമൊക്കെ കയറ്റി ഗെയിം കളിപ്പിക്കണം. ഇപ്പോൾ ഡേഞ്ചർ ഫിറോസോ അല്ലെങ്കിൽ പിന്നെ രജിസാറോ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് മാരാരെയോ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വിഷ്ണു ജോഷി ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഗെയിം ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈൽഡ് കാർഡ് എൻട്രിയും എടുക്കുന്നതും ഒരു റിസ്ക്കാണ്. ആൾ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. പക്ഷേ ഇവരെയൊക്കെ പഴയ ആൾക്കാരെ കൊണ്ടുവന്നാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെങ്ങനെ ഗെയിം കളിക്കുന്നതെന്നറിയാം, എങ്ങനെ തിരിക്കുമെന്നറിയാം. അത് ഇവരിലേക്ക് കൂടുതലൊരു വാശി കയറ്റും, അവരത് ചേഞ്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുവന്നാൽ ഇനി ഒരു രക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഈ സീസണിൻ്റെ അവസ്ഥയൊക്കെ ഏത് കോലമാവും എന്നറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ബിഗ് ബോസിൽ നല്ല മാറ്റങ്ങളും അതേപോലുള്ള പ്ലാനിങ്ങും ചേഞ്ചും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ ഒപ്പീനിയൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അതേപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ഒപ്പീനിയനായിട്ട് വരുന്നതായിരിക്കും. ബിഗ് ബോസിൻ്റെ ഒപ്പീനിയനായിട്ട് എൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ മച്ചാൻ ടോക്സ് എല്ലാവരും മറക്കാതെ കാണുക. ഇതേപോലുള്ള ഓരോരോ വേറെ കണ്ടൻറ്റുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും, എൻ്റെ ഒപ്പീനിയനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.